ഈ SIR-ൽ പ്രത്യേകം പറയുന്നത് BLO-മാര് വീടുകളിൽ പോകുമ്പോൾ BLA-മാരെയും കൂട്ടിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ BLA-മാര് കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ പ്രൊസീജിയർ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതാണ് BLA പോസ്റ്റ്. അപ്പൊ അവരും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇതിന്റെ പ്രോസസ്സുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും സാധിക്കും. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള വൈശാഖും CPM-ന്റെ BLA ആയ റഫീഖ് അല്ല പോകുന്നത്, മറിച്ച് പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോകുന്നത്. അത് കൂടെ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസം ഈ ചന്ദ്രന് പകരം DYFIയുടെ പ്രജോദാണ് കൂടെ പോകുന്നത്. സത്യത്തിൽ ഇതിന് കൂടെ പോകേണ്ടത് CPM-ന്റെ BLA ആണ്. ആ BLA അല്ല പോകുന്നത്, ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ DYFI നേതാവും ഒക്കെയാണ് പോകുന്നത്. നമ്മളെ പോയിട്ടുള്ളത് BLA ആയിട്ടുള്ള വൈശാഖാണ്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട എന്ന്. അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇല്ലേ? ഞാൻ BLO അല്ലേ? അത് പിന്നെ നിങ്ങൾക്ക് പോകുമ്പോൾ വിളിക്കട്ടെ നടന്നല്ലേ? അല്ല അത് ശരിയല്ലല്ലോ. എന്നാണ് പ്രശ്നമാണുള്ളതല്ലേ? താല്പര്യമില്ല, നടക്കുന്ന ചെയ്ത താല്പര്യമില്ലേ? അല്ലാതെ നിങ്ങൾ ഏതുകൊണ്ടാണ് ഞാൻ വന്നത്? അല്ലെങ്കിൽ ഞാൻ വരികയും ചെയ്ത ശരിയാക്കില്ല. ഞാൻ പിന്നെ നിങ്ങൾ ഏതെന്ന് പറഞ്ഞില്ല, ഞാൻ വരില്ല. അതെ അവര് നമ്മ രഘുലേഖടെ പൊട്ടി നമ്മ രാഷ്ട്രീയം പറയാം. എവിടെയെങ്കിലും ഒന്നാമത് നിങ്ങൾ ഏത് താഴ്ചക്കൊന്നും അറിയില്ല. അതിന് കോൺഗ്രസ് ആണോ CPM ആണോ അതിന് ഏതോ പാർട്ടി നൽകുന്നു അറിയില്ല. പിന്നെ നിങ്ങൾ ഉദ്യോഗസ്ഥർ ഐഡന്റിറ്റി കാർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നു. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു ചെയ്തു. നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. പിന്നെ ഒന്നാമത്തെ പ്രശ്നത്തില് അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞു അവര് വിളിച്ചിറക്കൊണ്ട് മോള് കംപ്ലൈന്റ് ചെയ്യുന്നത് തടയെന്ന് പറയുന്നുണ്ട് എന്നാക്കുമ്പോഴേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വില്ലേജ് ഓഫീസറാകുന്നത് മോളില് ഇത് വിട്ട് നിങ്ങൾ ഇതെടുക്കേണ്ടി വരുന്നത്. അവര് പറയുന്നത് പിന്നെ ഒന്നും ഇതാക്കില്ല. അതെ അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കൾച്ചർ അങ്ങനെ എത്തിയിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കുറച്ചിട്ട് ആയതാണ്. പിന്നെ അപ്പൊ നിങ്ങൾ സഹായികൾ പറഞ്ഞു മറ്റേ വിദ്യാഭ്യാസം വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പിന്നെ സഹായികൾ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് വരുന്നത്. അതെ നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നത് പിന്നെ വേറെ പറയും നമ്മളെ കൊടുക്കുന്നുണ്ടാകും. ഞാനത് കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്യാത്ത പ്രശ്നം നിങ്ങൾക്കാണ്. അത് ഞാൻ കാര്യം ചെയ്യാം. ഞാൻ വിളിക്കാം. ഒരു 5 മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. അല്ല നിങ്ങൾ ഇത് പറയുന്നത് ഭയങ്കരമായിട്ട് ഇതാകുന്നത്. ഞാൻ പറയേണ്ടത് കളിയും ഭയങ്കര കുഴപ്പാക്കും പിന്നെ ഇതാക്കും എന്നല്ല അവർ പറയുന്നത്. നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. നമ്മള് കംപ്ലൈന്റ് പറഞ്ഞ പിന്നെ മറ്റേത് ഞാൻ എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല. എന്നോട് പറയുന്നുള്ളൂ. എന്നോട് എന്താ അതിനെ തടയുന്നു പറയില്ല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് നമ്മൾ തടയുന്നില്ല നിങ്ങളോടല്ലേ പറയുന്നത്.
അപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യാണ്ട് പിന്നെ BLA മാരെ കൂട്ടി നടക്കുന്നതില് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നതിന്റെ ഇത് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് പക്ഷേ നീ ഓയിച്ചൊക്കെ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത്. ആ ഞാൻ അപ്പൊ അത് നിൽക്കുന്ന പ്രശ്നമാവുകയാണ്. നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞോളാം, പറഞ്ഞോളാം. അല്ലാതെ നമുക്ക് പ്രശ്നമില്ല. അവര് പിന്നെ നമ്മള് പിന്നെ അതിനോട് ഇത് നിൽക്കാൻ കഴിയില്ല. അവരുടെ ഏരിയല്ലേ. പിന്നെ അവര് തന്നെ ഇത് എടുക്കുന്ന അതിന് മുമ്പേ ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം വർത്തമാനം പറഞ്ഞൊക്കെ കുറച്ചുകൂടി ഭീഷണി സ്വരത്തിലുള്ള സംഭവങ്ങളാണ് അവർ ഭീഷണിപ്പെടുത്തി. ഈ റഫീഖ് വളരെ ശക്തമായ ഭീഷണിയാണ് പെടുത്തിയിട്ടുള്ളത്. നിരന്തരമായ ശല്യമാണ്. കുറേ വോയിസുകൾ ഉണ്ട് അതിനകത്തുണ്ട്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ BLOനെ പെടുത്തിയിട്ടുണ്ട്.